മതസ്വാതന്ത്ര്യത്തിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കി ഈജിപ്തിലെ ക്രൈസ്തവർ. തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ആധിപത്യം പുലർത്തിയപ്പോൾ ഈജിപ്തിൽ നിർത്തിവച്ചിരുന്ന ദേവാലയങ്ങളുടെ പണികളുമായി മുന്നോട്ടു പോവുകയാണ് ഈജിപ്തിലെ ക്രൈസ്തവർ. കഠിനമായ നിയന്ത്രണങ്ങൾക്ക് ഇളവനുവദിച്ച സാഹചര്യത്തിലാണ് ദേവാലയങ്ങളുടെ പുനർനിർമ്മാണ പരിപാടികൾ ആരംഭിച്ചത്. കത്തോലിക്ക പൊന്തിഫിക്കൽ ചാരിറ്റി ഫൗണ്ടേഷൻ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് ഇന്റർനാഷണലിന്റെ അഭിപ്രായത്തിൽ ഈജിപ്തിലെ ക്രിസ്ത്യാനികൾക്ക് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആരാധനാ സ്വാതന്ത്ര്യം ഇന്നുണ്ട്. 2013 ജൂലൈ ആദ്യവാരം മുതലായിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിന്റെ ആധിപത്യം രാജ്യത്ത് നിലനിന്നിരുന്നത്. ഈജിപ്തിലെ ക്രൈസ്തവർ ഇപ്പോഴും പലതരം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തെ കോപ്റ്റിക് കത്തോലിക്കർ ഏകദേശം 3 ലക്ഷം വിശ്വാസികൾ അജപാലനത്തിനായി പള്ളികളുടെ നിർമ്മാണത്തിൽ ഏർപ്പെടേണ്ടത് അത്യാവശ്യമാണെന്ന് അലക്സാണ്ട്രിയയിലെ പാത്രിയർക്കീസ് ആർച്ച് ബിഷപ്പ് ഇബ്രാഹിം സിദ്രക് എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് സംഘടനയോട് പറഞ്ഞു. ഇപ്പോൾ സർക്കാർ പുതിയ പള്ളികൾ പണിയുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കിയതിനാൽ എല്ലാ രൂപതകളിലും നിർമ്മാണ പദ്ധതികൾ നടക്കുന്നുണ്ടെന്ന് ബിഷപ്പ് വെളിപ്പെടുത്തി. രാജ്യത്ത് പുനരാരംഭിച്ച പ്രൊജക്ടുകളുടെ ഉദാഹരണമാണ് ലാക്സർ കത്തീഡ്രൽ. അത് 2016 കത്തിനശിച്ചിരുന്നു. ഇന്ന് ACN പിന്തുണയോടെ ഈ കത്തീഡ്രൽ പുനഃസ്ഥാപിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.